ഗയ്സ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ദാണ്ടെ ഒരു കെ.എസ്.ആർ.ടി.സി ബസ് ഓടിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഒരു കെ.എസ്.ആർ.ടി.സി ഓടിച്ചായിരുന്നു. കെ.എസ്.ആർ.ടി.സി ഓടിക്കുന്നതിൻ്റെ ഫീൽ ഉണ്ടല്ലോ അത് വേറെ ലെവലാണ്. അത് നിങ്ങൾ കെ.എസ്.ആർ.ടി.സി ഓടിച്ച് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. ഞാനിപ്പം ദാണ്ടെ ഇവിടെ ഇൻട്രോ എടുക്കാനായിട്ട് വണ്ടി ഒന്ന് സൈഡാക്കിയതാണ്. പക്ഷേ ഗയ്സ് ഇവിടെ മൊത്തത്തിൽ അങ്ങ് ബ്ലോക്ക് ആയിരിക്കുകയാണ്. നമുക്കിവിടെ സൈഡാക്കാനായിട്ടൊന്നും സ്ഥലമില്ല കേട്ടോ. അപ്പം വണ്ടികളൊക്കെ മൊത്തത്തിൽ ബ്ലോക്കായി കിടക്കുകയാണ്. ഇപ്പം എല്ലാവരും വണ്ടി ബ്രേക്ക് ഡൗൺ ആണെന്നും വെച്ചാണ് ഗൈസ് ഇവിടെ മിണ്ടാണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വന്ന് ഇവിടെ അടി ഉണ്ടാക്കേണ്ടതാണ്. അതുകൊണ്ട് പോലീസൊക്കെ വന്ന് കിടപ്പുണ്ട്. നമുക്കെന്തായാലും ഒത്തിരി കിടന്ന് ലാഗ് അടിപ്പിക്കാണ്ട് ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയേക്കാം. അപ്പോൾ ഇന്ന് ഇത് ഞാനിപ്പോൾ ഓടിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ. സൂപ്പർ ഫാസ്റ്റ് ആണ് ഞാനിന്ന് ഓടിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഗൈസ്, വെച്ച് അലക്കി അങ്ങ് പോകാം. എന്തായാലും നമ്മൾ കെ.എസ്.ആർ.ടി.സി ഓടിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചെറിയ വണ്ടികളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് അങ്ങ് കത്തിച്ചങ്ങ് കൊടുത്താൽ മതി. വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് പെതി അങ്ങോട്ട് വിട്ടേക്കാം. വണ്ടിക്കകത്ത് നോക്കുവാണെങ്കിൽ ഗൈസ് ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ ദാണ്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദാണ്ട് ഫ്രണ്ടിലൊരു ചെടിയും അതുപോലെ തന്നെ കണ്ടക്ടറിൻ്റെ ബാഗും മറ്റേ ടിക്കറ്റ് കൊടുക്കുന്ന ആ മെഷീനൊക്കെ ഇവിടെ കിടക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ നോർമൽ ബസ് നമ്മുടെ സെഡ് ആസ്ത്രയൊക്കെ ഓടിച്ചിട്ട് ഗൈസ് ഇതിലേക്ക് കയറുമ്പോൾ ഇതൊരു കുറച്ച് പഴയ ബസ്സാണല്ലോ. അപ്പോൾ പഴയ ബസ് ഓടിക്കുന്ന എപ്പോഴും ഒരു വൈബ് തന്നെയാണ്. നമുക്ക് ഇതുവഴി ഒന്ന് ജസ്റ്റ് കയറി നോക്കാവേ. ഇതെന്തോ ബസ് സ്റ്റോപ്പോ അങ്ങനെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ സ്പീഡ് നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പിൽ നിർത്തിയാൽ മതി. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ നമുക്ക് പോകാനായിട്ട് പറ്റും. ഇപ്പം തന്നെ ഞാൻ ദാണ്ട് 160-ലെങ്ങാണ്ടാണ് പോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ കെ.എസ്.ആർ.ടി.സിയുടെ സ്പീഡൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം പിന്നെ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ മോനെ കേസ് അത് മാത്രമല്ല, നമുക്ക് ഓടിക്കാനായിട്ട് അടിപൊളി റോഡാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. വേറെ വണ്ടികളൊന്നുമില്ല. റോഡിൽ നോക്കുവാണെങ്കിൽ ഇതെന്ത് പറ്റി വേറെ വണ്ടികളൊന്നും കാണാത്തത്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കത്തിച്ച് വിടാനായിട്ട് പറ്റുന്നുണ്ട്. എനിക്ക് ഈ ഒരു ഏരിയ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല. നല്ല പീസ്ഫുള്ളായിട്ട് വണ്ടി ഓടിച്ച് പോകാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിൻ്റെ അകത്താണെങ്കിൽ ആൾക്കാരൊക്കെ ഗൈസ് ഇരിപ്പുണ്ട്. അപ്പം അവരെയൊക്കെ നമുക്ക് സേഫായിട്ട് വേണം എത്തിക്കാനായിട്ട്. സേഫായിട്ടും നേരത്തെ നമുക്ക് ആ ഒരു സ്റ്റേഷനിലേക്ക് എത്തിക്കണം. അപ്പോൾ എൻ്റെ മോനെ കേസ് വേറെ ലെവൽ കേട്ടോ. കണ്ടോ ഒടിവൊക്കെ എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് വണ്ടി ഒടിഞ്ഞ് കിട്ടുന്നുണ്ട്. ഈ ഒരു വണ്ടി നോക്കുവാണെങ്കിൽ ഗൈസ് അത്യാവശ്യം നല്ല ക്ലീൻ ഒരു വണ്ടിയാണ് കേട്ടോ. വലിയ പ്രത്യേകിച്ച് കുഴപ്പങ്ങളുള്ള വണ്ടിയൊന്നുമല്ല. നോക്കുവാണെങ്കിൽ സൈഡ് ഫുള്ള് ഗ്ലാസ് ഇട്ടേക്കുന്ന ടൈപ്പാണ് കേട്ടോ. കുറച്ച് എന്ന് പറയുകയാണെങ്കിൽ അത്ര പഴയ വണ്ടിയൊന്നുമല്ല, കുറച്ച് മോഡേൺ വണ്ടിയാണ്. സാധാരണ നമ്മൾ ഈ ഒരു ഗ്ലാസ് ഇട്ട ടൈപ്പ് കെ.എസ്.ആർ.ടി.സി ഒക്കെ വളരെ കുറവാണ് പഴയത് കാണുന്നത്. ഇത് പക്ഷേ കുറച്ച് പുതിയതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ റോഡ് കുറച്ച് മോശമല്ല. നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴേ റോഡ് കുറച്ച് മോശമായിട്ടുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഓക്കെ ഇവിടെ അങ്ങോട്ട് വന്നപ്പം കുറച്ച് തിരക്കായിട്ടുണ്ട് കേട്ടോ. പക്ഷേ തിരക്കൊന്നും നോക്കി നിന്നിട്ട് കാര്യമില്ല ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കയറിപ്പോയേ പറ്റത്തുള്ളൂ. ഫ്രണ്ടിൽ ദാണ്ട് ഒരു പോലീസ് കാറാണ് പോകുന്നത്. എൻ്റെ പൊന്നോ ഗൈസ് ഇതെന്താ കയറിപ്പോകാനായിട്ട് പറ്റാത്ത. ഈ പോലീസുകാരൻ ഞാൻ മാക്സിമം കിടന്ന് ഹോൺ അടിക്കുന്നുണ്ട്, എന്നിട്ട് പോലീസൊന്നും മാറ്റി തരുന്ന പോലും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് കയറി അങ്ങ് പോയേക്കാം. ഓക്കെ എന്തായാലും ഇവിടെ എല്ലാം ക്ലിയർ ആണ്. ഇപ്പം വല്ല ബ്ലോക്ക് വല്ലതും വരുവാണെങ്കിൽ തന്നെ ഞാനൊന്നും നോക്കത്തില്ല ഗൈസ്, ഞാനങ്ങ് കയറ്റി വെക്കും. അവിടെ നിർത്തിക്കണം കണ്ടോ. നമ്മുടെ വണ്ടി കയറി വന്നപ്പോൾ അവനവിടെ നിർത്തി തന്നത് കണ്ടോ. അതാണ് ഗൈസ് നമ്മുടെ ബസ്സിനോടുള്ള ഒരു പേടി. എപ്പോഴും കെ.എസ്.ആർ.ടി.സി എന്ന് പറഞ്ഞ ആൾക്കാർക്കൊരു പേടിയാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്പീഡിൽ അങ്ങ് പോകാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം വളവൊക്കെ ഞാൻ അങ്ങ് അങ്ങ് ഓടിച്ചങ്ങ് എടുക്കും. എൻ്റെ പൊന്നളിയാ കണ്ടോ, അവനൊക്കെ നിർത്തി തന്ന കണ്ടോ. ഏതാ വൈബ്. ഓക്കെ 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 ഓക്കെ. അതെന്താണ് പെട്ടെന്നൊരു ബ്രേക്ക് ചവിട്ടിയത്? അങ്ങനെയൊന്നും ബ്രേക്ക് ചവിട്ടല്ലേ. എടാ എടുത്തോണ്ട് പോടാ. സമയമില്ലാത്ത സമയത്ത് അവന്മാർ കിടന്ന് ദിത്തിത്താര കളിക്കുന്നത്. എന്താണ് അവിടെ ഇത്ര തിരക്ക്? ആ ഒരു വണ്ടി കേസ് അവിടെ ഇടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഇനി അത് അവിടെ നനങ്ങത്തില്ല. നമുക്ക് ഇതെന്താണിത്, ഇവിടെ മൊത്തം ബ്ലോക്ക് ആയല്ലോ. കണ്ടോ ഇവിടെ മൊത്തം ഇപ്പം ബ്ലോക്കായി കിടക്കുവാണ്. നമുക്ക് ഇതുവഴിയെങ്കിലും കേസ് കുത്തി കയറ്റിക്കൊണ്ട് പോയേ പറ്റത്തുള്ളൂ. ഇതുവഴി സൈഡിൽ കൂടെ പോകാൻ പറ്റുമോ? സൈഡിൽ കൂടെ ഒന്ന് കയറി നോക്കാം. എന്തായാലും ആ ഒരു വണ്ടിയെ മുട്ടിയില്ലെന്നും പറഞ്ഞ് ഞാൻ ദാണ്ട് കയറി വന്നിട്ടുണ്ട്. ഈ വൈപ്പർ എന്താ ഇടയ്ക്കിടയ്ക്ക് വന്ന് വീഴുന്നത്, എന്തൊരു കഷ്ടമാണ്. ഏരിയയിൽ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കെ.എസ്.ആർ.ടി.സി തന്നെ ഓടിക്കാൻ കിട്ടിയല്ലോ, അതൊരു പ്രത്യേക വൈബാണ്. നമുക്കിപ്പം ഗൈസ് കറൻ്റ്ലി ഉള്ള ബസ് എന്ന് പറയുകയാണെങ്കിൽ സെഡ് ആസ്ത്രയും സെഡോണുമാണ്. പുതിയ വണ്ടികളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബസ്സും കൂടെ ഒരു പഴയ വണ്ടി കേസ് എനിക്ക് എടുക്കണമെന്നുണ്ട്. പഴയ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഫീൽ ഉണ്ടല്ലോ അത് വേറെ ലെവലാണ്. എൻ്റെ മോനെ കേസ് ഇതുണ്ട് ഒടിഞ്ഞ് കിട്ടുന്നുണ്ടോ. പക്ക രീതിയിലാണ് കേട്ടോ വണ്ടി ഒടിഞ്ഞ് കിട്ടുന്നത്. അതാണ് എനിക്ക് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഏതാ കണ്ടോ, ഏതാ വൈബ്, ഒന്നും പറയല്ല കേസ്. അപ്പം നമ്മൾ വേണ്ട
സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് ആൾക്കാരെ കയറ്റാനുണ്ട്. A few moments later. ഓക്കെ ഗേസ്, അപ്പോൾ ഇവിടുന്ന് നമ്മൾ തന്നെ സക്സസ്ഫുള്ളി കുറച്ച് ആൾക്കാരെ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് അങ്ങ് പോയേക്കാം. ഇനി നമുക്ക് കുറേ ദൂരം പോകാനായിട്ടുണ്ട്. നമ്മളിപ്പം കയറിയെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിൽ കൂടാണ് കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ട് സൈഡിൽ കൂടാണ് ഇറങ്ങാനായിട്ട് പോകുന്നത്. ബാക്ക് സൈഡ് അത് വലിയൊരു എന്താ പറയുക, സിറ്റി പോലത്തെ സ്ഥലമൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇത് കുറച്ച് സിറ്റി പോലത്തെ ഏരിയ ആണ് കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് ഒത്തിരി വണ്ടികളൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല. വണ്ടികളൊക്കെ കുറേ ഉണ്ടെങ്കിൽ നമുക്ക് ഓടിക്കുമ്പോൾ ഒരു വൈബ് കിട്ടത്തുള്ളൂ. ഇങ്ങനെ ഹോൺ അടിച്ച് പോകുന്നതിൻ്റെ ഒരു വൈബ് വേറെയാണല്ലോ. അതും പിന്നെ നമ്മൾ KSRTCയും കൂടെ ആണല്ലോ ഓടിക്കുന്നത്. അപ്പം അയ്യോ എൻ്റെ പൊന്നോ ഗൈസ്, ഇടിച്ചാലൊന്നും പ്രശ്നമൊന്നുമില്ല, എനിക്കൊന്നും പറ്റാനായിട്ട് പോകുന്നില്ലല്ലോ. കാരണം ഞാൻ വലിയൊരു വണ്ടിയല്ലേ ഓടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. ഞാൻ നേരത്തെ ഉണ്ടല്ലോ അതുകൊണ്ട് ഈ ഒരു സ്ഥലം കണ്ടോ, ഇവിടെ ഇത് നമ്മുടെ ഈ ഒരു കാറിൻ്റെ മോഡിഫിക്കേഷൻ അങ്ങനെയൊക്കെ പരിപാടി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. കാറിനൊക്കെ എന്തെങ്കിലും പണിയൊക്കെ വരുമ്പം ഇവിടെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം കുറേ നാളായിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. നമുക്ക് വരണം ഗൈസ്. ഇപ്പം നാട്ടിൽ നമുക്ക് വേറെ സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ അവിടെയാണ് ചെയ്യുന്നത്, ഇങ്ങോട്ട് വരാറില്ല. അപ്പോൾ ഇവിടുത്തെ നല്ല വർക്കാണ്. നമുക്കിവിടെ ഒരു പ്രാവശ്യം ചെയ്യണം. ഞാൻ പുതിയൊരു വണ്ടി എടുക്കാനായിട്ട് പോവുകയാണെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമുക്കതെന്തായാലും ഇവിടെ തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഏത് വണ്ടി എടുക്കണമെന്ന് കേസ് നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാനും കൺഫ്യൂഷനിലാണ്. എന്തായാലും ഈ ഒരു ഓട്ടം കഴിഞ്ഞിട്ട് വേണം ഒന്ന് തീരുമാനിച്ച് ഉടനെ തന്നെ ഒരു വണ്ടി എടുക്കാനായിട്ട്. ഇ വി ഞാൻ കൊടുത്തു. ഇപ്പം നമുക്ക് കറൻറ്റ്ലി ബെൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബെൻസ് ആണെങ്കിൽ ഞാൻ എപ്പോഴും എടുക്കുന്നില്ല, കാരണം അതിന് ഒട്ടും മൈലേജ് ഇല്ല. ഒട്ടും മൈലേജ് എന്ന് പറഞ്ഞ കേസ് ഒട്ടും മൈലേജ് കിട്ടുന്നില്ല. ഞാൻ എന്താണ്ട് വേറെ ഏതോ ഒരു ഗ്രാമത്തിലേക്കൊക്കെ കയറിയിട്ടുണ്ട്. ഇതും ഗ്രാമമെന്ന് പറയാനായിട്ട് പറ്റത്തില്ല, ഒരു ലോക്കൽ ഏരിയയിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്കൊന്നും സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, നേരെ അടിച്ച് വിട്ട് അങ്ങ് പോകാനായിട്ട് പറ്റും. ഇപ്പം നമ്മളൊരു പ്രൈവറ്റ് ബസ് ഓടിക്കുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്പ് വരും. ഞാൻ എന്തായാലും ഉടനെ തന്നെ ഒരു പ്രൈവറ്റ് ബസ് കേസ് ഓടിക്കണം. ഞാൻ കുറേ നാളായി പ്രൈവറ്റ് ബസ് ഓടിച്ചിട്ട്. പ്രൈവറ്റ് ബസ് ഓടിക്കുന്നതും വേറെ ലെവൽ ഫീലാണ്. ബസ്സൊക്കെ ഓടിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ കുഴപ്പമില്ല, ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് കയറി പോകാനായിട്ട് പറ്റും. എന്താണെന്നറിയത്തില്ല കേസ്, നമ്മളിതുപോലെ ബസ് ഓടിക്കുമ്പോഴേ ഇതുപോലെ ഓവർടേക്ക് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം. ഓക്കെ, ഞാൻ വിചാരിച്ച ആ ഒരു കാറെ ചെന്ന് ഇടിച്ചെന്ന്. ഓക്കെ, ഞാൻ എന്തായിരുന്നു പറഞ്ഞത്, നമ്മളിതുപോലെ ബസ്സിൽ പോകുമ്പോൾ ഓവർടേക്ക് ചെയ്യാനായിട്ട് പ്രത്യേക ഒരു കോൺഫിഡൻസ് കിട്ടും. പക്ഷേ കാറിന് നമ്മൾ പോകുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു കോൺഫിഡൻസ് അത്ര കിട്ടത്തില്ല. പക്ഷേ ബസ്സിന് പോകുമ്പോൾ ഭയങ്കര കോൺഫിഡൻസാണ്. വണ്ടി വരുവാണെങ്കിലും കയറി അങ്ങ് പോകാനായിട്ട് തോന്നും. കണ്ടോ, ഇവിടെയൊക്കെ അങ്ങ് കയറി പോകാനായിട്ട് അങ്ങ് തോന്നുക, വണ്ടി വരുന്നൊന്നും നോക്കുന്നേ ഇല്ല. അതാണ്, വെറുതെ ആണോ ഈ ഒരു KSRTC ഒക്കെ ഓടിക്കുന്നവർ ഇത്രയും സ്പീഡിലും ഓവർടേക്കൊക്കെ ചെയ്ത് പോകുന്നത്? ഇപ്പം ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നപ്പോൾ അല്ലേ അതിൻ്റെ ആ ഒരു ഫീല് മനസ്സിലായത്. ഇത്രയും പഴയ വണ്ടിയായിട്ടും അത്യാവശ്യം നല്ല പവറുണ്ട് കേട്ടോ, നമുക്ക് കാല് കൊടുത്ത് പോകാനായിട്ട് അങ്ങ് പറ്റുന്നുണ്ട്. ഏതാ സാധനം? ഓക്കെ, ഇവിടെ നിന്ന് ഇനിയും കയറി പോവാൻ. ഓക്കെ, അവിടെ എന്തോ ബ്ലോക്കാണോ? ബ്ലോക്കല്ല കേട്ടോ, അതെന്തോ ട്രാഫിക്കാണ്. അപ്പോൾ റെഡ് സിഗ്നലാണ് കിടക്കുന്നത്, നമുക്ക് നേരെയാണ് പോകേണ്ടത്. വേറെ വണ്ടിയൊന്നും വരാത്തതുകൊണ്ട് ഞാൻ അങ്ങ് കയറി പോകണം കേട്ടോ. ഇവിടെ പോലീസൊന്നും ഇല്ല. പോലീസ് ഉണ്ടായാലും നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, കാരണം ഞാൻ ഗവൺമെൻറ്റിൻ്റെ വണ്ടിയല്ലേ ഓടിക്കുന്നത്. അപ്പോൾ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാകാനാണ്? അത്രേ ഉള്ളൂ. ഏതാ വൈബ്? ഇടയ്ക്കിടയ്ക്കെല്ലാം ഇതുപോലെ ട്രാഫിക് ലൈറ്റാണ് വരുന്നത്. ഞാൻ ഈ ഒരു ട്രാഫിക് ലൈറ്റ് ഒന്നും നോക്കാതാണ് ഓടിക്കുന്നത്, കാരണം വലിയ തിരക്കൊന്നുമില്ല. തിരക്കുള്ളപ്പം മാത്രം നമ്മൾ ഈ ഒരു ട്രാഫിക് ലൈറ്റ് നോക്കിയാൽ മതിയല്ലോ. ഓക്കെ, എൻ്റെ പൊന്നോ കേസ്, അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടി ഒന്ന് ചെന്ന് ഇടിച്ച്. KSRTC ഓടിച്ചപ്പം എന്തുകൊണ്ട് ഇടിച്ചില്ല എന്ന് ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ. വണ്ടി തന്നെ ഇടിച്ചിട്ടുണ്ട്. കണ്ടോ, ഫ്രണ്ട് മൊത്തം പോയി. എന്തായാലും KSRTCക്ക് ഇതൊക്കെ സർവ്വസാധാരണമാണ്. രണ്ട് വണ്ടി, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ രണ്ട് വണ്ടിയും ചെന്ന് ഇടിച്ചു. ഇനി ഇവർക്ക് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് നേരെ ഇവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയേക്കും. ഇപ്പം എൻ്റെ പേഴ്സണൽ വണ്ടിയാണ് ഇടിച്ചിരുന്നെങ്കിൽ ഞാൻ പൈസ കൊടുക്കേണ്ട വന്നേനെ. പക്ഷേ ഇതൊരു പ്രശ്നമല്ലല്ലോ. അതാണ് നമ്മൾ KSRTC ഓടിച്ചുള്ളൊരു ഗുണം. നമ്മുടെ ഇഷ്ടത്തിന് കേസ് വൈബടിച്ച് ഓടിക്കുകയും ചെയ്യാം, എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് കഴിയുവാണെങ്കിൽ ഒരു പ്രശ്നവും വരുന്നില്ല. അതൊക്കെയല്ലേ ഒരു വൈബ്. അപ്പോൾ ഇപ്പം തന്നെ കേസ് വീഡിയോ കുറേ ലെങ്ത് ആയെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ലെങ്ത് ആയി കഴിയുവാണെങ്കിൽ കേസ് നിങ്ങൾക്ക് കാണാൻ അതൊരു ബോറായിരിക്കുമോ? എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ പറ, എത്ര മിനിറ്റ് വീഡിയോ ഞാൻ ഇനിയും ചെയ്യണമെന്ന്? നിങ്ങൾ പറയുന്ന പോലല്ലേ എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന എനിക്ക് ഭയങ്കര അടിപൊളി.
അതൊരു ഒന്നൊന്നര ഇടിയായിപ്പോയി. ഞാൻ വിചാരിച്ചു ഗൈസ് അത് ഒടിഞ്ഞ് കിട്ടുമെന്ന്, പക്ഷേ ഒടിഞ്ഞ് കിട്ടിയില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ, ഒടിഞ്ഞ് കിട്ടാതിരിക്കാൻ. അപ്പം എനിക്കിങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. ഞാൻ വേണമെങ്കിൽ 1 മണിക്കൂറോളം ഞാനിങ്ങനെ സംസാരിച്ചിരിക്കും. പിന്നെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ, കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അത് വേണേൽ 2 മണിക്കൂറായാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഒറ്റയ്ക്ക് പറയാനായിട്ട് എന്തെങ്കിലും അതിന് മാത്രം സംഭവം വേണം. പിന്നെ നമ്മൾ പോകുന്ന വഴിയും അതുപോലത്തെ നല്ല സ്ഥലങ്ങളായിരിക്കണം. എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് വരത്തുള്ളൂ. അല്ലാതെ കണ്ട വഴി തന്നെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്ന് കഴിയുവാണെങ്കിൽ എനിക്ക് ഇതിന് മാത്രം പറയാനായിട്ടൊന്നും കാണത്തില്ലല്ലോ. അപ്പം ഇനിയും ഫ്രണ്ടിലോട്ട് പോകാനായിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ ബാക്കി ഞാൻ നാളെ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എനിക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം കാണാം. ബൈ ഗൈസ്.